സഭയിൽ നേരിട്ടതായിരിക്കുന്ന പ്രത്യേകമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ, പ്രത്യേകമായിരിക്കുന്ന പാപത്തോടുള്ള ബന്ധത്തിൽ സഭ എങ്ങനെ ഇടപെടണം എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണമാണ് 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വേറെ നിലയിൽ പറഞ്ഞാൽ സഭയുടെ ശിക്ഷണ നടപടി ഏത് നിലയിലായിരിക്കണം എന്ന് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു അധ്യായമായിട്ട് നമുക്ക് 5-ാം അധ്യായത്തെ കാണുവാനായിട്ട് സാധിക്കും. കൊരിന്ത്യരുടെ ഇടയിലുണ്ടായിരുന്ന പാപം, അത് നാം അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിക്കുമ്പോൾ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത ഒരു പാപത്തിന്റെ അവസ്ഥ കൊരിന്ത്യരുടെ ഇടയിൽ സംഭവിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. കൊരിന്ത്യ സഭയെ അത് ബാധിക്കുവാനുള്ള സാധ്യത മുൻപിൽ കണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് എഴുതുന്ന വാക്കുകളാണ് 5-ാം അധ്യായത്തിലെ വിഷയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദുർനടപ്പാണ് ആ പാപം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടും യാതൊരുവിധമായിരിക്കുന്ന പരിഗണനകളും ആ പാപത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ യാതൊരുവിധമായ നിയന്ത്രണങ്ങളും ആ പാപത്തോടുള്ള ബന്ധത്തിൽ കാണിക്കാതെ സഭ മുൻപോട്ട് പോയപ്പോൾ വിവരമറിഞ്ഞ പൗലോസ് ശക്തമായ നിലയിൽ എഴുതിയ വാക്കുകളായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. അതേസമയം തന്നെ ഒരു പിതാവിന്റെ സ്നേഹത്തിലാണ് താൻ ആ വാക്കുകൾ കുറിക്കുന്നത് എന്നുള്ളത് 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദുർനടപ്പ് എന്നുള്ള ആ പാപത്തോടുള്ള ബന്ധത്തിൽ കൊരിന്ത്യ സഭ ഇടപെട്ടത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നാം ആ വാക്യങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു. 2-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ആ പാപം അവിടെ ഉണ്ടായിട്ടും അവർ അഹങ്കരിച്ചു, മാത്രമല്ല അവർക്ക് ദുഃഖമുണ്ടായില്ല. 2-ാം വാക്യത്തിൽ തന്നെ നാം അത് കാണുന്നുണ്ട്. അതുപോലെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ കാര്യങ്ങളിൽ പ്രശംസിക്കുന്നവരായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കഠിനമായിരിക്കുന്ന പാപത്തെ ഓർത്ത് സഭയ്ക്ക് നേരിട്ട, അല്ലെങ്കിൽ സഭയിൽ ഒരു വ്യക്തിക്കാണ് അത് നേരിട്ടത്. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ പൗലോസ് ചോദിക്കുന്നു 4-ാം വാക്യത്തിൽ. ആ പുളിമാവ് സഭയിൽ വന്നപ്പോൾ അതിനോടുള്ളതായിരുന്ന അവരുടെ പ്രതികരണം വാസ്തവത്തില് ഒരു നിലയിലും സ്വീകാര്യമല്ലാത്തതായിരിക്കുന്ന പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഭയിൽ പാപം പ്രവേശിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അതിനോടുള്ള പ്രതികരണം സഭ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. പാപം ഉണ്ടാകുമ്പോൾ അതിനെ ഓർത്ത് ദുഃഖിക്കുവാൻ തക്കവണ്ണം സഭയ്ക്ക് ഇടയാകണം. സഭയുടെ സംരക്ഷകരായിട്ട് വിശ്വാസികൾ തീരേണ്ടത് ആവശ്യമാണ്. വിശേഷിച്ചും നേതൃത്വം തീരേണ്ടത് ആവശ്യമാണ്. അതിനോടൊപ്പം സഹകരിക്കുവാൻ തക്കവണ്ണം വിശ്വാസികൾക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. ആ വിഷയങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നാം ചിന്തിച്ചത്. ആ വ്യക്തി എന്ത് ചെയ്യണം എന്നുള്ളത് അവിടെ നമുക്ക് അതിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ 3 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവനെ സഭയിൽ നിന്ന് നീക്കണം എന്ന് 2 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ അവനെ സാത്താനെ ഏൽപ്പിക്കണം. അതുപോലെ തന്നെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ദുഷ്ടനെ നിങ്ങളുടെ നീക്കിക്കളയണം എന്ന് പറയുമ്പോൾ തന്നെ പൗലോസിന്റെ മനോഭാവം എന്താണ് എന്നുള്ളത് നാം തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് നാം വായിക്കുകയുണ്ടായി. ശിക്ഷണ നടപടി സഭയിൽ സ്വീകരിക്കുമ്പോൾ തന്നെ തെസ്സലോനിക്ക 3-ാം അധ്യായത്തിലെ 14-15 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ നിലയിൽ സഭയിൽ പ്രവർത്തിച്ചവനാണെങ്കിൽ കൂടെ അവന്റെ യഥാസ്ഥാനമായിരിക്കണം ശിക്ഷണ നടപടിയുടെ ഉദ്ദേശം. അവനെ ശത്രുവെന്ന് വിചാരിക്കരുത്. 2 തെസ്സലോനിക്ക 3-14-15 വാക്യങ്ങളിൽ വേറൊരു വിഷയത്തോട് വന്ന് പൗലോസ് പറയുമ്പോൾ അങ്ങനെ പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. വിശ്വാസിയുടെ യഥാസ്ഥാനമായിരിക്കണം സഭയുടെ ലക്ഷ്യം. ഒരു അവസരം കിട്ടി അവനെ എങ്ങനെയെങ്കിലും സഭയിൽ നിന്ന് പുറത്താക്കി രക്ഷിക്കുക എന്നുള്ളതല്ല, സഭയെ രക്ഷിക്കുക എന്നുള്ളത്. അവനെ പുറത്താക്കണം. ആ നിലയിലേക്ക് വരുമ്പോൾ തുടക്കത്തില് നടപടിക്രമങ്ങളുടെ ഉദാഹരണത്തിൽ നാം വായിക്കുന്നുണ്ട്. അവനെ അത് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ആ ബോധ്യപ്പെടുത്തുവാൻ സഭയ്ക്ക് സാധിച്ചില്ല എങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഈ 5-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശിക്ഷണാർത്ഥികൾ സ്വീകരിക്കുമ്പോൾ തന്നെ സഭയുടെ ഉദ്ദേശം, സഭയുടെ നേതൃത്വത്തിന്റെ ഉദ്ദേശം ഇവന്റെ യഥാസ്ഥാനം ആയിരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തെസ്സലോനിക്ക ലേഖനത്തിലാണ് അതിന് തക്കതായിരിക്കുന്ന ഒരു വാക്യം നാം വായിച്ചത്. 2 തെസ്സലോനിക്ക 3-ാം അധ്യായത്തിന്റെ
14-15 വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പുളിപ്പില്ലായ്മ സഭയുടെ മുഖമുദ്രയായിട്ട് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. പുളിപ്പ് സഭയിൽ അല്പം പോലും പ്രവേശിക്കുവാനായിട്ട് പാടില്ല. അല്പം പുളിപ്പ്, സാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. അത് സഭയോടുള്ള ബന്ധത്തിലാണെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും പ്രത്യേകം നാം അത് ശ്രദ്ധിക്കണം. അല്പം പുളിമാവ്, അല്പം പാപം. പുളിമാവ് എപ്പോഴും പാപത്തെ ആണ് കുറിക്കുന്നത്. അത് നാം ഈ അധ്യായത്തിൽ തന്നെ നാം ആ വാക്കുകൾ മനസ്സിലാക്കിയുണ്ടായി. അത് അവിടെ അത് പറഞ്ഞേക്കുന്നത് ഒരു വാക്യമുണ്ടല്ലോ, 8-ാം വാക്യത്തിൽ, 5-ന്റെ 8-ാമത്തെ വാക്യം. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ. അപ്പൊ പുളിമാവ് എന്ന് പറയുന്നത് തിന്മയും ദുഷ്ടതയുമാണ്, പാപമാണ് പുളിമാവ്. പലതരത്തിലുള്ളതായ പുളിമാവിനെ കുറിച്ച് നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. കപടഭക്തി പുളിമാവായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഉപദേശ പിശകുകൾ പുളിമാവായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നാം വായിക്കുമ്പോൾ വിശേഷിച്ചും പുളിപ്പ് എന്ന് പറയുന്നത് പാപത്തെ കുറിക്കുന്നതാണ്, അശുദ്ധിയെ കുറിക്കുന്നതാണ്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതായിരിക്കുന്ന ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയുണ്ടായി, നിങ്ങൾ ഇന്ന ദിവസം ഇവിടെ നിന്ന് പുറപ്പെടണം. അതിനു മുമ്പ് കടിഞ്ഞൂൽ സംഹാരമാണ് അവസാനത്തെ ബാധ നാം കാണുന്നത്. അന്ന് പെസഹ കുഞ്ഞാടിനെ അറുത്താണ് ആ ഇസ്രായേലി കുടുംബങ്ങൾ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് നിന്നത്. പെസഹ കുഞ്ഞാടിനെ അറുത്ത് കഴിഞ്ഞുള്ള 7 ദിവസം പുളിപ്പില്ലായ്മയുടെ ഉത്സവമാണ്. അവർ മിസ്രയീമിലേക്ക് പുറപ്പെടുകയാണ്. പുറപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്ന് പുളിപ്പ് നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ വീടിനകത്ത് കാണാനായിട്ട് പാടില്ല, അവരുടെ അതിനകത്ത് പോലും പുളിപ്പ് കാണാനായിട്ട് പാടില്ല. ഈ പ്രത്യേകമായിരിക്കുന്ന നിഷ്കർഷയാണ് ദൈവം ഇസ്രായേലിനോട് കൽപ്പിച്ചത്. അതിന് കാരണം ഇവിടെ നാം വായിക്കുന്ന പോലെ അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. സഭയിലായാലും വ്യക്തിയിലായാലും, വ്യക്തികളിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന ചെറിയ ചെറിയ പാപങ്ങൾ, ശേഷം കുഞ്ഞുങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ചെറിയൊരു പാപം, നാം ഏതെങ്കിലും തരത്തില് ഒരു പാപത്തിൽ അകപ്പെട്ടു പോയാൽ എത്രത്തോളം പെട്ടെന്ന് ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് സാധിക്കുമോ? തുടരുവാൻ തക്കവണ്ണം ഒരു ദിവസം ഒരു പാപം നമ്മിൽ പ്രവേശിച്ചു, ആ പാപത്തെ അനുഭവിച്ച് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ആ പാപം നമ്മുടെ ജീവിതത്തിൽ തുടരുവാനായിട്ട്, അല്പമെങ്കിലും തുടരുവാനായിട്ട് നാം അനുവദിച്ചാൽ ജീവിതം മുഴുവൻ ആ പാപത്താൽ രസിക്കുവാൻ തക്കവണ്ണം, പാപത്താൽ മൂടപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് അതാത് സമയങ്ങളിൽ പാപത്തെ എതിർക്കുവാനും പാപത്തെ തോൽപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. നമുക്കുള്ള ഏക ശത്രു എന്ന് പറയുന്നത് ആരാന്നറിയാമോ? പിശാചാണ്. ഏക ശത്രു. ലോകത്തിലുള്ള ഒരു മനുഷ്യനും നമ്മുടെ ശത്രുവല്ല. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സഹവിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു ഓഫീസിലാണെങ്കിൽ നമ്മുടെ പ്രവർത്തകനോ, ഇവരാരുമല്ല ഒരിക്കലും നമ്മുടെ ശത്രുവാകുന്നത്. നമ്മുടെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്, പാപമാണ്. പാപമായിരിക്കണം എപ്പോഴും നമ്മുടെ ശത്രു. വേറെ ഒരു വ്യക്തിയെ പോലും ശത്രുവായി കാണുവാനായിട്ട് ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നില്ല. പക്ഷെങ്കിൽ പാപത്തെ ശത്രുവായിട്ട് കാണും. പിശാചിന് പരീക്ഷയുമായിട്ട് നമ്മോട് സമീപിക്കുമ്പോൾ പിശാചിനെ ശത്രുവായിട്ട് കണ്ട് പിശാചിനെ തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പാപം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കും. ക്രമേണ ഈ ഒരു ഈസ്റ്റാണ് ഈ പുളിപ്പെന്ന് പറയുന്നത്. മാവിനകത്ത് ഇട്ടാൽ നിങ്ങൾക്കൊക്കെ അറിയാം, അത് വളരെ പെട്ടെന്ന് അത് വികസിക്കും. മാവ് വികസിക്കുവാൻ തക്കവണ്ണം ഇവിടെയായിട്ട് ആ പിണ്ഡം മുഴുവൻ അല്ലെങ്കിൽ ആ മാവ് മുഴുവൻ ആ പുളിപ്പ് ബാധിച്ച് അത് വളരെ വലുതായ നിലയിൽ ചേർക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് അല്പമായി പ്രവേശിക്കുന്ന പാപത്തെ, പുളിപ്പിനെ അതാത് സമയങ്ങളിൽ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പാപം ജീവിതത്തെ മൂടുവാനായിട്ട് സഭയെയും വ്യക്തി ജീവിതത്തെയും ഉള്ള ബന്ധത്തിലും, സഭയോടുള്ള ബന്ധത്തിലും വ്യക്തി ജീവിതത്തോടുള്ള ബന്ധത്തിലും നാം ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കൊരിന്ത്യലേഖനം 2 വിഭാഗങ്ങളായിട്ടാണ്, 2 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആദ്യത്തെ 6 അധ്യായങ്ങൾ പൗലോസ് അവരെ കുറിച്ച് കേട്ട ചില വിഷയങ്ങളുടെ മേൽ, കൊരിന്ത്യരുടെ നടുവിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളുടെ മേൽ. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഭിന്നതയാണ്, പ്രധാനമായിട്ടും അവരുടെ പ്രശ്നം ഭിന്നതയായിരുന്നു. പിന്നെ രണ്ടാമതൊരു പ്രശ്നം ഉണ്ടായിരുന്ന ദുർനടപ്പ്, കഠിനമായിരിക്കുന്ന ഒരു പാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മൂന്നാമത് തമ്മിലുള്ളതായിരിക്കുന്ന വ്യവഹാരങ്ങൾ. അത് ഞാൻ ഈ 6-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കുഞ്ഞുങ്ങൾക്കൊക്കെ വ്യവഹാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. എങ്കിൽ ആ വിഷയം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ 3 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ആദ്യത്തെ 6 അധ്യായങ്ങളിൽ കാണുന്നത്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 7-ാം അധ്യായം തുടങ്ങുന്നത് ഞാൻ നേരത്തെ പ്രാവശ്യത്തിൽ പറഞ്ഞതാണ്,
നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ടാണ് 7-ാം അധ്യായം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ പൗലോസിനോട് എഴുതി ചോദിച്ച ചില സംശയങ്ങളുടെ നിവാരണമാണ് 7 മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ 6 അധ്യായങ്ങളിലും പൗലോസ് കേട്ട ചില കാര്യങ്ങൾ, പൗലോസ് അറിഞ്ഞതായിരിക്കുന്ന ചില കാര്യങ്ങൾ. 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ ഞാൻ അറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ പിണക്കം, ഭിന്നത, പൗലോസിന്റെ പക്ഷക്കാര്, അപ്പൊല്ലോസിന്റെ പക്ഷക്കാര്, കേഫാവിന്റെ പക്ഷക്കാര്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന പക്ഷങ്ങള്, ഭിന്നത അവരുടെ ഉണ്ടായിരുന്നു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. അതാണ് 5-ാം അധ്യായത്തിലെ പ്രധാനമായിരിക്കുന്ന വിഷയം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വേറൊരു വിഷയമാണ്. ഇവിടുത്തെ വിഷയം 2 കാര്യങ്ങളാണ് അവിടുത്തെ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങൾ. ഒന്ന് വ്യവഹാരം, അതെന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 6-ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വ്യവഹാരത്തോടുള്ള ബന്ധത്തിൽ. വ്യവഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയുണ്ടായി, അവരുടെ ഭിന്നതയുണ്ടായിരുന്നു, പിണക്കമുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടുണ്ടായ വ്യവഹാരം, കേസുകൾ, അന്യോന്യമുള്ളതായിരിക്കും തർക്കങ്ങൾ, അന്യോന്യം ഉണ്ടായതായിട്ട് ഒരാൾ വേറൊരാൾക്കെതിരായിട്ട് കേസ് കൊടുക്കുക, ഇത് അവരുടെ ഉണ്ടായിരുന്നു. അതിന്റെ അവസാന ഭാഗത്തേക്ക് 12 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കിയാൽ 5-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് 12 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. 5-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് അവരുടെ ഉണ്ടായിരുന്ന ദുർനടപ്പാണ്. അതേ വിഷയം തന്നെയാണ് ഈ 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന വേറൊരു വിഷയം. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെയുള്ള ഭിന്നതയാണ്, അവരുടെയുള്ള പിണക്കമാണ് ഇതിന്റെ കാരണം. ആ പിണക്കം ഒരു പക്ഷേ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ അവരുടെ ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവരുടെ ഉണ്ടായതായിരിക്കുന്ന പിണക്കമായിരിക്കാം. എന്തായിരുന്നാലും അവരുടെ ഉണ്ടായ പിണക്കമാണ് ഈ വ്യവഹാരത്തിന് അല്ലെങ്കിൽ ഈ കേസുകൾക്ക് കാരണമായിട്ട് തീർന്നത്. അതിനോടുള്ള ബന്ധത്തിലുള്ള പൗലോസിന്റെ ശാസന ഉപദേശമാണ് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായിരുന്നാൽ തന്നെ അതിന്റെ ആദ്യത്തെ 9-8 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെ അല്ല അഭക്തന്മാരുടെ മുന്നിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? ഞാൻ ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്ര അധികം! എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തി ഉള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുൻപിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നതും തന്നെ കേവലം പോരായ്മയാകുന്നു. അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. ഇവിടെ സഹോദരന്മാർ തമ്മിലുള്ളതായിരിക്കുന്ന വ്യവഹാരം, സഹോദരന്മാർ തമ്മിലുള്ളതായിരിക്കുന്ന പ്രശ്നം. ഈ അന്നത്തെ രീതി അനുസരിച്ച് ഒരു വ്യവഹാരം, ഒരു കോടതി കൂട്ടുന്നവർ മിക്കപ്പോഴും പബ്ലിക് പ്ലേസിലാണ്, പരസ്യ സ്ഥലത്ത് വെച്ചാണ് ഒരു കേസ് വന്നാൽ അവിടുത്തെ നേതാക്കന്മാർ കൂടി തീരുമാനിക്കുന്നത് പട്ടണവാതിൽക്കൽ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലാണ്. അപ്പോൾ ഈ കേസുകളൊക്കെ ഇവർ തമ്മിലുള്ളതായ പ്രശ്നങ്ങളൊക്കെ തീർക്കുവാനായിട്ട് ഇവർ നമ്മുടെ നാടൻ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ കോടതികളെ സമീപിക്കുന്നു. കോടതി കൂടുന്നത് എവിടെ? പബ്ലിക് പ്ലേസിലാണ്. പബ്ലിക് പ്ലേസിൽ കൂടിയിട്ട് ഇതെല്ലാവരുടെയും മുൻപാകെ വിസ്തരിക്കുന്നതാണ് അവരുടെ രീതി. അങ്ങനെ ഒരു രീതിയല്ല ഇന്നും നാം കാണുന്നത്. അടച്ചിട്ട മുറിയിലുള്ള കോടതികളല്ല അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം ഈ ഭാഗം വായിക്കുവാനായിട്ട്. നിങ്ങളിൽ ഒരുത്തനും മറ്റൊരുത്തനോട് കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നു. നാം ഈ വാക്കുകൾ ഇതൊക്കെ വായിക്കുമ്പോൾ നാം ഇന്നത്തെ സാഹചര്യമായിട്ട് ഇതിനെയൊക്കെ നമുക്ക് താരതമ്യപ്പെടുത്തി നോക്കണം. ഇന്ന് സഭകളിലുള്ള പ്രധാനമായിരിക്കുന്ന ഒരു പ്രശ്നമാണ് 5-ാം അധ്യായത്തിൽ നാം കണ്ട പ്രശ്നം, അതായത് ദുർനടപ്പ്.
വേറൊരു പ്രശ്നം, സഭകളെ ഇന്ന് ഏറ്റവും അധികം അധപതനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ? ഈ വ്യവഹാരങ്ങളാണ്, ഭിന്നതയാണ്, അല്ലെങ്കിൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് അറിയാമല്ലോ, അടുത്ത കാലങ്ങളിലും പല സഭാകോണുകളും നമ്മുടെ കൂട്ടിയിട്ടിരിക്കുക. 2-3 ആഴ്ച മുമ്പ് കൂട്ടിയ ഒരു സഭാകോണിനെ കുറിച്ച് എനിക്കറിയാം. 3 ആഴ്ചക്ക് ഇതൊന്നും ഒരിക്കലും വിശ്വാസികളിടയിൽ സംഭവിക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ സഭകള് ഇന്ന് നന്നായിട്ട് പോകുന്നു എങ്കിൽ നിൽക്കുന്നവൻ തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. ഞങ്ങളുടെ സഭയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ സഭയിൽ ഈ 5-ാം അധ്യായത്തിൽ പറഞ്ഞു പോയുള്ള പാപങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ച് നാം ആശ്വസിക്കുമ്പോൾ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടെ നാം സഭാകാര്യങ്ങളെ ശ്രദ്ധയോടുകൂടെ സൂക്ഷിച്ചില്ല എങ്കിൽ ഈ പാപങ്ങൾ ഏത് സമയത്തും നമ്മുടെ സഭകളിൽ കടന്നുകൂടാം. അതിന് നാം ഈ നാളുകളിൽ കാണുന്ന അനേക സംഭവങ്ങളും അതിന് വ്യക്തമായ സാക്ഷ്യങ്ങളാണ് നാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടായിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചത് സഭയിൽ പ്രശ്നമുണ്ട്. സഭയിലുള്ള സഹോദരന്മാർ തമ്മിലുള്ളതായിരിക്കുന്ന പ്രശ്നം. ഒരേ മേശയിൽ നിന്ന് എല്ലാ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിലും അപ്പം നുറുക്കുന്നതായിരിക്കുന്ന വിശ്വാസികൾ തമ്മിലാണ് ഇവിടെ പ്രശ്നം. നിങ്ങളുടെ ഒരുത്തനും മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല, അഭക്തരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ കുനിയുന്നു പോകും. ഈ ഭാഗങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ 6-ന്റെ 5-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ 5-ാം വാക്യം ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം നടക്കുന്നത് സഭയ്ക്കുള്ളിലാണ്, സഹോദരന്മാർ തമ്മിലാണ്. 6-ാം അധ്യായത്തില് 6-ാം വാക്യത്തില് സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കൊരിന്ത്യ സഭയ്ക്ക് ഉള്ളിൽ തന്നെ സഭാവിശ്വാസികൾ തമ്മിലുള്ളതായിരിക്കുന്ന പ്രശ്നമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ദുർനടപ്പിനെ കുറിച്ച് പറയുമ്പോൾ ജാതികളിൽ പോലും കേൾക്കാത്ത ദുർനടപ്പ്. ഇവിടെ നാം നോക്കുമ്പോൾ ജാതികളിൽ പോലും ഇല്ലാത്തതായിരിക്കുന്ന ഭിന്നത. ജാതികളാണെങ്കിൽ പോലും അത് ഒരു പക്ഷേ സൂക്ഷിച്ചേക്കാം. അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാൽ തീർക്കുവാൻ വേണം, വേറൊരാൾ അറിയാതെ തീർക്കുവാൻ ഒരുപക്ഷെ അവർ ശ്രമിച്ചേക്കാം. പക്ഷെ ഇവിടെ സഭയ്ക്കുള്ളിലാണ് പ്രശ്നം. അത് അതിന്റെ 7-ാമത്തെ വാക്യത്തില് നാം വായിക്കുമ്പോൾ 6-ന്റെ 7 നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാവും. 8-ൽ അല്ല നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? സഭയ്ക്കുള്ളിലാണ്. ഓരോ ആഴ്ചകളിലും ഒന്നിച്ച് കൂട്ടായ്മ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന വിശ്വാസികൾക്കുള്ളിലാണ് ഈ പ്രശ്നം. അവർ തമ്മിലാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ കൊമ്പ് കോർത്തിരിക്കുന്നത്. അവർ തമ്മിലാണ് അന്യോന്യം പോരിന് വിളിക്കുന്നത്. അവർ തമ്മിലാണ് അന്യോന്യം കോടതിയിൽ വാദിക്കുവാനായിട്ട് പോകുന്നത്. വാസ്തവത്തിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല നാം ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സഹോദരന്മാർ തമ്മിലാണ് പ്രശ്നം. ഉൽപ്പത്തി പുസ്തകത്തില് സമാനമായിരിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം നാം വായിക്കുമ്പോൾ അബ്രഹാമിന്റെയും ലോത്തിന്റെയും ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന ഒരു ഭിന്നത അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പ്രത്യേകമായിട്ട് നമ്മൾ വായിക്കേണ്ട ഭാഗം തന്നെയാണ്. അബ്രഹാമിന്റെ വാക്കുകൾ വാസ്തവത്തിൽ നാം മാതൃകയാക്കുവാൻ കൊള്ളുന്ന മനോഭാവമാണ് നമുക്ക് അബ്രഹാമിന്റെ കാര്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമും ലോത്തും അവരെ ഒന്നിച്ച് യാത്ര പുറപ്പെട്ടവരാണ്. വളരെ സന്തോഷമായിട്ട് ആദ്യ നാളുകളൊക്കെ പോയി. പക്ഷെങ്കിൽ സമ്പത്ത് വർദ്ധിച്ചു, അവരുടെ ഇടയിൽ പിണക്കമുണ്ടായി അവരുടെ ഇടയിലല്ല, അവരുടെ ഇടയന്മാർ തമ്മിൽ പിണക്കമുണ്ടായി. അങ്ങനെ പ്രശ്നമായ സമയത്ത് പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ഒരു പക്ഷെങ്കിൽ അബ്രഹാമും ഈ ലോത്തും ഒക്കെ ശ്രമിച്ചു കാണും. പക്ഷെങ്കിൽ കൈക്കുള്ളിൽ ഒതുക്കുന്നില്ല എന്നവർ കണ്ടപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് 8-ാം വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും. 13-ന്റെ പുസ്തകം 13-ന്റെ 8-9 വാക്യങ്ങൾ. അതെ, നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ടു കഴിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. 7-ാം വാക്യമുണ്ട്. 7-ാം വാക്യമുണ്ട്. അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. ഈ വാക്കാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ പ്രശ്നമുണ്ടായി. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ വല്ല പ്രശ്നം എന്തുവാ? ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഉണ്ടായതിനേക്കാൾ വലിയൊരു പ്രശ്നമുണ്ട്. എന്താ? കനാന്യരും പെരിസിൽ വന്ന് ദേശത്ത് പാർക്കുന്നു. അപ്പോഴാണ് അബ്രഹാം ചെന്നിട്ട് ലോത്തിനോട് പറയുന്നത്, എനിക്ക് നിനക്കും എന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുത്. പിന്നെ പറയുന്ന വാക്കെന്താ? നാം സഹോദരന്മാരുണ്ടോ? ഈ ചിന്ത നമുക്ക് എപ്പോഴില്ലാതെ ഇരിക്കുന്നു,
പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ വലുതാണ്. രണ്ട് കാര്യങ്ങൾ കൂടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, അബ്രഹാമിന്റെ മനോഭാവം. നാം തമ്മിൽ സഹോദരന്മാരാണ്, നമുക്ക് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുവാനായിട്ട് പാടില്ല എന്നുള്ള ചിന്ത. രണ്ടാമത്തെ ചിന്ത അവിടെ വായിക്കുന്ന പോലെ അന്ന് കനാന്യരും ഫെരിസ്യരും ദേശത്ത് പാർത്തിരുന്നു. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ജനത്തിന് മുമ്പിൽ അപമാനമാകുമെന്നുള്ള ചിന്ത അബ്രഹാമിന് ഉണ്ടായിരുന്നു. ഈ കൊരിന്ത്യർക്ക് ഇല്ലാതിരുന്ന ആ ചിന്താഗതിയാണ്. ഈ ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ പ്രശ്നങ്ങളെ ഒഴിവാക്കുവാനായിട്ട് അവർ ശ്രമിക്കുമായിരുന്നു. നാം സഹോദരന്മാരാണല്ലോ എന്നുള്ള ചിന്ത ഇന്നും സഭകളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും പിൻപിൽ ഈ ചിന്തയില്ലാത്തതാണ് കാരണം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സഹോദരന്മാർ തമ്മിൽ സ്നേഹിക്കേണ്ടവർ. ഫിലിപ്പിലേഖനം വായിക്കുന്നുണ്ടല്ലോ. ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിൽ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഭാഗത്ത് അതിന്റെ 4-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. ഫിലിപ്പിലേഖനം 2-ന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കി. കാഠിത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുന്നു. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണവും. ഈ കാര്യങ്ങളൊക്കെ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ സഭകളിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ശ്രദ്ധിച്ചു നോക്കുക. ഈ വാക്കുകളൊക്കെയാണ് സഭകളിലെ വാസ്തവത്തില്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ് സഭകളിൽ വാസ്തവത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ശാഠ്യം, ദുരഭിമാനം, ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരെ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണി. ഇതൊക്കെ പറ്റുന്ന കാര്യങ്ങളാണോ? നമുക്ക് ദൈവത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. നമുക്ക് പറ്റാത്ത ഒരു കാര്യവും ദൈവം നമ്മോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടല്ല. തീർച്ചയായിട്ടും നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് സഭകള് അനുഗ്രഹിക്കപ്പെടുന്നതിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം. അപ്പോൾ ഈ പ്രശ്നങ്ങളെ ഒഴിവാക്കണമെങ്കിൽ ഒന്ന്, നമ്മുടെ മനോഭാവം ശരിയായിരിക്കണം. മറ്റുള്ളവരോടുള്ള സഹവിശ്വാസികളോടുള്ളതായിരിക്കുന്ന നമ്മുടെ മനോഭാവം ശരിയാണെങ്കിൽ മാത്രമേ സഭകളുടെ ഭിന്നിപ്പ്, സഭകളുടേതായിരിക്കുന്ന ഭിന്നത, പിണക്കം ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ കൊരിന്ത്യരെ പോലെ അപ്പം മുറിക്കുവാൻ നമുക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷെങ്കില് അങ്ങനെ അപ്പം മുറിക്കുക എന്നുള്ളത് അല്ല സഭയുടെ രീതി എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒന്ന്, ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഒന്ന്, നമ്മുടെ മനോഭാവം ശരിയായിരിക്കണം. സഹവിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം ശരിയായിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കാര്യം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ വായിപ്പാൻ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ അതിനുമുമ്പ് ഈ ആശയത്തോട് മനസ്സിൽ വെച്ചുകൊണ്ട്, അതായത് നമ്മുടെ മനോഭാവം മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം, സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം തന്നെ നോക്കണം. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് പത്രോസ് ലേഖനത്തിൽ തന്നെ നമുക്കൊരു വാക്യം കൊണ്ട് വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 19-23 വരെയുള്ള വാക്യം. 1 പത്രോസ് 2-ന്റെ 19 മുതൽ 23 വരെ. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദം ആകും. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് ജനിക്കും? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. 23 വരെ വായിക്കാമേ. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേക്ക് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ ശകാരത്തിന് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി നിൽക്കുന്നവർക്ക് കാര്യം അവിടെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്ത് പറയുന്ന വിഷയം നാം ഇപ്പോൾ ചിന്തിച്ചതായിരിക്കുന്ന കൊരിന്ത്യ ലേഖനത്തിലെ വിഷയവുമായിട്ട് അല്ലെങ്കിൽ ഫിലിപ്പി ലേഖനത്തിലെ വിഷയവുമായിട്ട് വളരെ അതിനോട് ചേർത്ത് ചിന്തിക്കാവുന്ന കാര്യമാണ്. പൗലോസ് പറയുന്നുണ്ടായ ഒരുവനെ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം,
നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം. ഇതിന് വ്യക്തമായിരിക്കുന്ന ഉദാഹരണം നമുക്ക് കാണിച്ചു തരാന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവിടെ നാം വായിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയി. ക്രിസ്തു കഷ്ടം അനുഭവിച്ചപ്പോൾ ക്രിസ്തു എന്തെങ്കിലും സ്വന്തം ഗുണം നോക്കിയോ? ക്രിസ്തു എന്തെങ്കിലും സ്വന്തം ഗുണം നോക്കിയാണോ ക്രൂശിൽ മരിച്ചത്? ഒരിക്കലുമല്ല. ക്രിസ്തുവിന് വേണമെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ, വേണമെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ നമ്മെ പാപത്തില് നശിപ്പിക്കാമായിരുന്നു, നിത്യമായിരിക്കും നരകത്തിലേക്ക് എല്ലാവരെയും ഒന്നിച്ച് തള്ളിക്കളയാമായിരുന്നു. ദൈവത്തിനൊന്നും സംഭവിക്കുകയില്ലായിരുന്നു, ദൈവത്തിനൊരു നഷ്ടവും ഉണ്ടാകുകയില്ലായിരുന്നായിരിക്കാം. പക്ഷെങ്കിൽ ദൈവം എന്താ ചെയ്തത്? തന്റെ പുത്രനെ അയച്ചു. പുത്രൻ എന്താ ചെയ്തത്? നമ്മുടെ വായിക്കുന്നത് പോലെ, നിങ്ങൾ അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായില് വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കുകയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണപ്പെടുത്താതെയും ന്യായമായി വിധിക്കുന്നവന്റെ കാര്യം പരമേൽപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ മാതൃക എന്താണ്? കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, അത് തൊട്ടുമുമ്പുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. 19ാമത്തെ വാക്യത്തിൽ ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം എന്ന് പറഞ്ഞാൽ ആത്മീകമായിരിക്കുന്ന ചിന്തയോടുകൂടെ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകും. ഒരു സഹോദരൻ നമ്മെ ഉപദ്രവിക്കുന്നതെന്ന് വിചാരിക്കുക, എന്നാൽ ദൈവത്തോടുള്ള മനോബോധ നിമിത്തമായിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ, ദൈവത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസത്തിന്റെയും ദൈവത്തിലുള്ളതായിരിക്കുന്ന ആശ്രയത്തിന്റെയും പ്രതീകമായിട്ട് ആ കഷ്ടം സഹിക്കാനായിട്ടാണ് തീരുമാനിച്ചാൽ, അവിടെ വായിക്കുന്ന പോലെ അത് പ്രസാദമാണ്, അത് ദൈവത്തിന് പ്രസാദമാണ്. ആരെങ്കിലും നമ്മെ ഉപദ്രവിക്കുന്നത്, നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. ആരെയും ശത്രുവായിട്ട് കാണുവാൻ, മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ഏക ശത്രു പിശാചാണെന്നുള്ളത് നാം മനസ്സിൽ കുറിച്ചു വെക്കണം. വേറെ ആരും നമുക്ക് ശത്രുവായിട്ട്, ലോകത്തിലുള്ള യാതൊന്നും നമുക്ക് ശത്രുവായിട്ടില്ല. നമ്മുടെ ജഡമാണ് പലപ്പോഴും നമുക്ക് ശത്രുവായിട്ട് തരുന്നത്, പിശാചാണ് പലപ്പോഴും ശത്രുവായിട്ട് തരുന്നത്. ഈ ഏക ശത്രുവിനെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചാൽ ഒരുവന്റെ ജീവിതം, ആത്മീയ ജീവിതവും വിജയിക്കുക തന്നെ ചെയ്യും. ഇവിടെ കർത്താവിന്റെ ഉദാഹരണം പറയുമ്പോൾ, അവൻ കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ മാതൃക വെച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ച് ഭീഷണിപ്പെടുത്താതെയും എന്താ ചെയ്തത് ദൈവം? എന്താ ചെയ്തത് കർത്താവ്? ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യമായി എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തു. താൻ ഒരു കാര്യത്തിലും പ്രതികാരം ചെയ്യുവാനായിട്ട് നിന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വാക്കുപോലും ഉച്ചരിക്കുവാൻ ഇടയാകാതെ കർത്താവ് നിന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം, അതിനെയാണ് ക്രമപ്പെടുത്തേണ്ടത്. സഭയുള്ള പ്രശ്നത്തോടുള്ള ബന്ധം നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ മനോഭാവം, മറ്റുള്ള സഹോദര വിശ്വാസികളോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ മനോഭാവം ക്രമീകരിക്കണം. ഈ വേറൊരു വാക്യമുണ്ട്, എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തില് എബ്രായ വിശ്വാസികളോട് എഴുതുന്നതായിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന കാര്യമുണ്ട്. എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ല, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ നോക്കുക. ഈ കൂടുതൽ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് സമ്പത്താണ്. അബ്രഹാമിനും ലോത്തിനും തമ്മിലുള്ളതായിരിക്കുന്ന പ്രശ്നത്തിന്റെയും മൂലകാരണം എന്ന് പറയുന്നത് സമ്പത്താണ്. പല സഭകളിലെയും പ്രശ്നങ്ങളുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ ശാഠ്യവും ദുരഭിമാനവും ഉണ്ടാകാം, ഇല്ലെങ്കിൽ സഹവിശ്വാസികൾ തമ്മിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് സമ്പത്തുകളെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കും. ഇവിടെ എബ്രായ വിശ്വാസികളോട് പറയുമ്പോൾ, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ കഴിക്കുക. നിത്യതയെ കുറിച്ചുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമ്പോൾ ഈ ലോകത്തിലെ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഈ ലോകത്തിലെ മറ്റുള്ളവർ നമുക്ക് നേരിടുന്നതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ നിസ്സാരമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എബ്രായ വിശ്വാസികൾ അവിടെ നാം വായിക്കുമ്പോൾ, സ്വർഗത്തിൽ തങ്ങൾക്ക് ഒരു ഉത്തമ സമ്പത്ത് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിക്കുക. വിശ്വാസികളുടെ ഇടയിലും ഈ അതിരും തർക്കങ്ങളും ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമുക്കൊന്നും പറ്റിയ കാര്യങ്ങളല്ല. കേവലം ഒരു ചുവട്ടടി മണ്ണിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് കുറവാണ്. പഴയ കാലങ്ങളിലാണ് ഇത് കൂടുതലുണ്ടായത്. ഇന്ന് സ്ഥലങ്ങൾക്കൊക്കെ വില കുറഞ്ഞത് കൊണ്ട് അത്രയും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഒരു കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്ന പ്രധാന പ്രശ്നമാണ് ഈ അതിര് തർക്കങ്ങൾ. ഒരടി മണ്ണാണെങ്കിൽ പോലും അത് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാതെ സഹോദരന്മാർ തമ്മിൽ പോലും, സ്വന്തം സഹോദരൻ, ഒരു അമ്മയ്ക്ക് പിറന്ന സഹോദരന്മാർ തമ്മിൽ പോലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. സ്വർഗത്തിൽ തങ്ങൾക്കൊരു ഉത്തമ സമ്പത്ത് ഉണ്ട് എന്നറിഞ്ഞ് എബ്രായ വിശ്വാസം എന്ത് ചെയ്തു?
സമ്പത്തുകളുടെ അപഹാരവും സഹിച്ചു. നമുക്ക് നിത്യതയെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ ഈ ലോകവും ഒക്കെ ഇതായിട്ട് നാം കണക്കാക്കുമ്പോൾ, ഇവിടെയുള്ളതായിട്ട് ഈ ലോകത്തുള്ളതായിട്ട് മാത്രം നാം കണക്കാക്കിയാൽ ജീവിതത്തിൽ ഒരിക്കലും ചിലതൊക്കെ വിട്ടുകളയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുകയില്ല. ഇവിടെ വായിച്ച ഭാഗത്തേക്ക് മടങ്ങി വരുമ്പോൾ നാം ഓർക്കേണ്ടതായിരിക്കുന്ന വിഷയം നമ്മുടെ മനോഭാവം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, സഹവിശ്വാസികളോടുള്ള ബന്ധത്തിൽ സഹവിശ്വാസികളെ സ്നേഹിക്കാനും അവരെ കൈക്കൊള്ളുവാനും ഒരുവൻ തന്നെ വായിച്ചതുപോലെ മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠത നേടുവാനും നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് നാം ഇവിടെ കണ്ടത്, എബ്രാഹിമിൽ നാം കണ്ടത് നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമ്പോൾ നാം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം കാര്യങ്ങൾ ചിന്തിക്കാറുണ്ടോ? വിശ്വാസികൾ പോലും ഈ കാലങ്ങളിൽ നിന്നും, ഈ കാലങ്ങളിലല്ല, പഴയ നാളുകളുണ്ടായിരുന്നിരിക്കും. പക്ഷെ ഈ കാലങ്ങളിൽ നമ്മുടെ ഒക്കെ വിചാരം എന്ന് പറയുന്നത് നാം ഇവിടെ നിത്യകാലം ജീവിക്കാൻ പോകുന്നവരെന്നാണ്. നമ്മൾ എത്രയോ ഫ്യൂണറൽസ് ആണ്, എത്രയോ ശവസംസ്കാര ശുശ്രൂഷകളിലാണ് ഒരാഴ്ചയിൽ കുറഞ്ഞ് ഒരെണ്ണം വെച്ച് സംബന്ധിക്കുന്നവരായിരിക്കും. എങ്കിൽ പോലും നമ്മുടെയൊക്കെ വിചാരം എന്താ? നമുക്ക് ഒരിക്കലും തോന്നാറില്ല നമ്മൾ ഈ ലോകം വിട്ടുപോകേണ്ടുന്നവരാണ്, നമുക്കൊരു നിത്യത ഉണ്ട് എന്നുള്ള ചിന്ത പലപ്പോഴും നമുക്കുണ്ടാകാറില്ല. പ്രായവിശ്വാസികൾ തങ്ങൾക്ക് ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ടെന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സഹിച്ചു. അബ്രഹാമിന്റെ ചിന്താഗതി, അബ്രഹാം വളരെ ധനികനായിരുന്നു, നമുക്കറിയാം. അബ്രഹാമിന്റെ ചിന്താഗതിയെ കുറിച്ച് 11-ാം അധ്യായത്തിൽ, അബ്രഹാം 11-ാം അധ്യായത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ 9-10 വാക്യങ്ങള്, ഇബ്രാഹിം 11-ന്റെ 9-10 വാക്യങ്ങൾ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് പോലെ ചെന്നു. വളരെ സമ്പന്നനായിരുന്നു അബ്രഹാം. അങ്ങനെയുള്ള അബ്രഹാം വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായിരിക്കുന്ന ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. കൂടാരങ്ങളിലാണ് അബ്രഹാം. വളരെ ധനികനായിരുന്നെങ്കിലും കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അബ്രഹാമിന്റെ ചിന്ത എപ്പോഴും എന്തായിരുന്നു? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായിരിക്കും നഗരത്തിനായിട്ട് കാത്തിരുന്നു. നാം പറഞ്ഞു വന്നത് പ്രധാനമായിട്ടും 2 മനോഭാവങ്ങൾ. ഒന്ന് നമ്മുടെ സഹവിശ്വാസികളോടുള്ളതായിരിക്കുന്ന മനോഭാവം. 2 നമുക്ക് നിത്യതയെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ, ഇത് രണ്ടും ശരിയാണെങ്കിൽ വാസ്തവത്തില് സഭകളിലെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ഇതിനോടുള്ള ബന്ധത്തില് ഒരു കാര്യം നാം പ്രത്യേകം ഇവിടെ ഈ 6-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടായാൽ എങ്ങനെ നാം ചെയ്യണം, എങ്ങനെ നാം ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്ന 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, 6-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. 6-ന്റെ 1. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശ്വസന്മാരുടെ മുമ്പാകെ അല്ല അവർക്കുള്ള മുമ്പിൽ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നുവോ? അപ്പൊ ഒരുത്തനൊരു വ്യവഹാരം ഉണ്ടായാൽ പൗലോസ് ഈ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാം. പൗലോസ് എന്താ പറയുന്നത്? നിങ്ങള് പ്രശ്നമുണ്ടാകാം, പക്ഷെങ്കിൽ നിങ്ങൾ എവിടെ പോകരുത്? അഭക്തരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകാനായിട്ട് പാടില്ല. ഇവർ ചെയ്തതൊക്കെ അതാണ്. കൊരിന്ത്യ വിശ്വാസികളൊക്കെ ചെയ്തത്, സഭയിൽ ആ പ്രശ്നം തീർക്കാതെ മറ്റുള്ളവരുടെ ഇടയിലേക്ക്, അഭക്തരായിരിക്കുന്നവരുടെ ഇടയിലേക്ക് ആ പ്രശ്നങ്ങളുമായിട്ട് പോയി അങ്ങനെ പോകുവാനായിട്ട് പാടില്ല. സഭയിലുള്ളതായിരിക്കുന്ന പ്രശ്നം ഇന്ന് നമുക്ക് നോക്കിയാൽ അനേക സഭകളിലും കേസുകൾ നിലനിൽക്കുന്നതായിരിക്കുന്ന അനേക സഭാ ബോർഡിനോടുള്ള ബന്ധത്തിൽ ഉള്ള കേസുകൾ, സഭയോടുള്ള ബന്ധത്തിലുള്ളതായിരിക്കുന്ന വ്യവഹാരങ്ങൾ, കേസുകൾ നിൽക്കുന്നതായിരിക്കുന്ന അനേക സഭകളുണ്ട്. വാസ്തവത്തിൽ ദൈവജനത്തിന് വളരെ അപമാനകരമാണ് എന്നുള്ളത് നാം ഓർക്കണം. സഭയിലെ പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ട് കോടതിയിൽ പോകുന്ന ആ അവസ്ഥ, അത് വാസ്തവത്തിൽ അതുകൊണ്ട് യാതൊരുവിധമായിരിക്കുന്ന ആ നിലപാട് തികച്ചും തെറ്റാണ് എന്നുള്ളത് നാം വിശേഷാൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് സഭാകോളുകൾ അടച്ചിടുന്ന സ്ഥിതിയിലേക്ക് ഈ നാടുകൾ പോകുന്നത് വളരെ അപമാനകരമാണ്. ഒന്ന്, അഭക്തരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാനായിട്ട് പാടില്ല. 5-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം. നിങ്ങൾക്ക് രക്ഷയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ. അപ്പൊ നിങ്ങളുടെ ഇടയിൽ, സഭയുടെ ഇടയിൽ, സഭയിൽ തന്നെ ഈ പ്രശ്നങ്ങളെ തീർക്കുവാൻ കഴിവുള്ള ജ്ഞാനികളായിരിക്കുന്ന, അല്ലെങ്കിൽ അതിന് കഴിവുള്ളവരായിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത്, ഒരു സഭയിൽ സഭയിലുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും
നന്നായി ചെയ്യുവാൻ കഴിയുന്ന ആളുകൾ സഭയിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് സഭയിലുള്ള വിശ്വാസികൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു സഭയിലുള്ളതായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും സഭയിലുള്ളവർക്ക് തന്നെ ചെയ്യത്തക്ക നിലയിൽ മറ്റുള്ളവരെ നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്കിലും സഭയിൽ തന്നെ അതിനുള്ളതായിരിക്കുന്ന സോഴ്സസ്, അതിനുള്ളതായിരിക്കുന്ന ആളുകൾ ഉണ്ടാകത്തക്ക നിലയിൽ സഭയിലെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, പണ്ടൊക്കെ നമ്മുടെ സഭകളിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സഭയിലെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് തീർക്കുവാൻ കഴിവുള്ള വിശ്വാസികൾ സഭയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സഭകളിലെ പ്രശ്നങ്ങൾ പുറത്തു പോകുവാനായിട്ട് അവർ അനുവദിക്കുകയില്ല. സഭയെക്കുറിച്ചുള്ള ഭാരമുള്ള വിശ്വാസികൾ, സഭയിലുള്ള പ്രശ്നങ്ങൾ തീർക്കുവാൻ കഴിയുന്ന, ഇപ്പൊ നാം വായിക്കുന്നത് 5-ാം വാക്യം നാം വായിച്ചത്, സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർക്കുവാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ, ഇനി അങ്ങനെ ഇല്ല എന്ന് വന്നാൽ നമ്മുടെ സഭയ്ക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. 4-ാം വാക്യം, എന്നാൽ നിങ്ങൾക്ക് സഭ ഗണ്യമാക്കാത്തവരുടെ മുൻപിലേക്ക് വ്യവഹാരവുമായിട്ട് പോകാനായിട്ട് പാടില്ല. ഒന്നാമതായിട്ട് നാം കണ്ടത് അഭക്തരുടെ മുൻപിൽ, അവിശ്വാസികളുടെ മുൻപിൽ സഭയുടെ വ്യവഹാരങ്ങൾ കൊണ്ടുപോകുവാനായിട്ട് പാടില്ല. രണ്ടാമതായിട്ട് 5-ാം വാക്യത്തിൽ നാം കണ്ടത് സഭയിലെ പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ട് ജ്ഞാനികളായിരിക്കുന്ന പ്രാപ്തരായിരിക്കുന്ന വിശ്വാസികൾ സഭയിൽ തന്നെ ഉണ്ടാകണം. മൂന്നാമതായിട്ട് 4-ാം വാക്യത്തിൽ നാം കണ്ടത് ഒരു വ്യവഹാരമുണ്ടെങ്കിൽ സഭ ഗണ്യമാക്കാത്തവരുടെ അടുത്തേക്ക് വ്യവഹാരങ്ങളായിട്ട് പോകാനായിട്ട് പാടില്ല. ഇനി ഇതിന് എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്? 2-3 വാക്യം നമുക്ക് വായിക്കാം. എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്? മറ്റുള്ളവരുടെ ഇടയിലേക്ക് നിങ്ങൾ പോകാനായിട്ട് പാടില്ല എന്ന് പൗലോസ് പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട്. അത് 2-3 വാക്യങ്ങളുണ്ട്. ലോകത്തെ വിധിക്കുമെന്നറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിക്കാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇവിടെ ഈ അധ്യായം നാം വായിച്ചത് പല ഭാഗത്തും നമ്മൾ പൗലോസ് ഈ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. 4-ാം അധ്യായത്തിന് 2-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? 3-ാം വാക്യത്തിൽ നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? വീണ്ടും അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വേശ്യയോട് പറ്റിച്ചതിന് അവിടുമായി ഏകശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വീണ്ടും 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ സന്താനങ്ങളുള്ളവരല്ല എന്നും അറിയുന്നില്ല. എത്ര പ്രാവശ്യം? 1, 2, 3, 4, 5, 6 പ്രാവശ്യം ഈ ചോദ്യം പൗലോസ് ചോദിക്കുന്നു. നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. പല കാര്യങ്ങളും അറിയാവുന്നവരാണ് കൊരിന്ത്യ സഭയിലുള്ള വിശ്വാസികൾ. പല കാര്യങ്ങളും അറിയാവുന്നവരാണ് ബേഗൂരും മണ്ണാരക്കുളത്തിലുള്ള സഭാവിശ്വാസികൾ. പക്ഷെങ്കിൽ എന്താ പ്രശ്നം? ഈ അറിവൊന്നും ജീവിതത്തിൽ പ്രകടിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. പല കാര്യങ്ങളും നമുക്കറിയാം, ദൈവം ക്രമമായി പഠിക്കുന്നവരായിരിക്കാം, അറിവ് നമുക്കുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ഈ അറിവ് എവിടെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? സഭാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നമ്മുടെ അറിവ് പ്രയോജനപ്പെടുത്തും. കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സൺഡേ സ്കൂളിന് പരീക്ഷ ഉണ്ടാകും, അവസാനം പരീക്ഷ ഉണ്ടാകും. ഈ പരീക്ഷയിൽ ജയിക്കുക എന്നുള്ളതല്ല നമ്മുടെ പ്രഥമമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. പിന്നെ എന്താ? സൺഡേ സ്കൂൾ പഠിക്കുന്നത് പരീക്ഷ ജയിക്കുവാനായിട്ടല്ല. അതല്ല, അത് ആവശ്യമാണ്. പക്ഷെങ്കിൽ അതല്ല നമ്മുടെ അതായിരിക്കാൻ പാടില്ല നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. പിന്നെന്താ? ഈ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മൾ ഈ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടോ സൺഡേ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. നാം ആ ചെലവിടുന്ന സമയം വെറുതെ ആയിട്ട് മാറും. അപ്പോൾ പൗലോസിനോട് ചോദിക്കുക, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെങ്കിൽ ഈ അറിവൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കില്ല. കൊരിന്ത്യ വിശ്വാസികൾക്ക് സംഭവിച്ച പരാജയം എന്ന് പറയുന്നത് അറിവുകേടുകളല്ല, കൃപാവരങ്ങളിലൊക്കെ വളരെ അവർ സമ്പന്നന്മാരായിരുന്നു. 1-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ സകല കൃപാവരങ്ങളിലും എങ്ങനെ ബാക്കി വന്നത്? കുറവില്ലാത്തവരായി അല്ലേ? ഒന്ന് കൊരിന്ത്യർ 1-ാം അധ്യായത്തില് 7-ാം വാക്യം, 1-ാം അധ്യായത്തിലെ 7-ാം വാക്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. അതിന്റെ 6-ാമത്തെ വാക്യം, അവനും നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിൽ കൊരിന്ത്യർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലല്ല. നമ്മളൊക്കെ അതൊരു വളരെ താണ നിലവാരമായിരിക്കും
അറിവിലും കൃപാവരത്തിലും ഒക്കെ. കൊരിന്ത്യ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന പോലെ അവര് സകല ജ്ഞാനത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരാണ് അവർ. 7-ാം വാക്യത്തില് ഒരു കൃപാവരത്തിന് മാത്രമില്ലായിരുന്നു. പക്ഷെ ഇത് വല്ലതും അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചോ? നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുക. ഞാൻ പറഞ്ഞല്ലോ, കൊരിന്ത്യ ലേഖനം വാസ്തവത്തിൽ ഇത് വായിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ആദ്യം വിശ്വാസികൾ പഠിക്കേണ്ട ലേഖനമാണ് എന്ന് പറഞ്ഞാൽ ഈ കാലങ്ങളിൽ ഏറ്റവും അധികം ആപ്റ്റായിട്ടുള്ള, ഏറ്റവും അധികം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന അനേക കാര്യങ്ങൾ നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആനുകാലികമായിരിക്കുന്ന അനേക വിഷയങ്ങളാണ് അന്ന് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ. ഇപ്പോൾ ഇവർക്ക് അറിവുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ അറിവുകൾ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സഭാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പ്രയോജനപ്പെടുത്തുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു അവരുടെ പരാജയം. അറിവില്ലാഞ്ഞിട്ടല്ല, ഇവർക്ക് അനേക കാര്യങ്ങൾ അറിവുള്ളവരായിരുന്നു, പക്ഷെ അതൊന്നും അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിച്ചത്. 2-ാം വാക്യത്തിലേക്ക് വീണ്ടും നാം വരുമ്പോൾ, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾക്ക് വിധിപ്പാൻ ഏറ്റവും ചെറിയ ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ അപ്പൊ നമ്മൾ ആരാ? നമ്മൾ പലപ്പോഴും മനസ്സിലാകാത്ത കാര്യം. ദൈവം തന്നെ സ്വന്തം തന്നെ ആദരിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു തന്നു, നമ്മെ പാപത്തിൽ നിന്ന് വിടുവെച്ചു, ദൈവമക്കളായിട്ട് തീർന്നു. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ചെറിയ കാര്യങ്ങളല്ല. ഒന്ന് നോക്കി ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? ലോകത്തെ നിങ്ങൾ വിധിക്കുവാനായിട്ട് പോവുകയാണ്. ഇവിടെ നിൽക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇവർ വിശ്വാസികളാണെങ്കിൽ ഇവർ ഒരു നാളില് കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശ്വാസികളെയും അവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ ലോകത്തെ വിധിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ലോകത്തെ വിധിക്കുവാനായിട്ട് പോകും. 2-ാം ഭാഗത്ത് നാം കാണുന്നത് ദൂതന്മാരെ വിധിക്കുവാനായിട്ട് പോവുകയാണ്. പല വാക്യങ്ങളോട് ചേർത്ത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. യൂദയുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. യൂദയുടെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. നമുക്ക് പരിചയമുള്ള വാക്കുകൾ ഞാൻ വിഷയത്തോടുള്ള ബന്ധത്തിൽ 1:15. യൂദ അധ്യായമേ ഉള്ളൂ. യൂദ 15-ാം വാക്യം. ഇതാ കർത്താവ്, ഞാൻ വായിക്കാം. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല ക്രൂരവാക്കുകൾ നിമിത്തം, എന്റെ വേദത്തിൽ അല്പം ട്രാൻസ്ലേഷൻ വ്യത്യാസം ഉണ്ടാകും. ക്രൂരവാക്കുകൾ നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. അപ്പോൾ കർത്താവ് വിധിക്കുവാനായിട്ട്, ലോകത്തെ വിധിക്കുവാനായിട്ട് വരുമ്പോൾ അവരോടൊപ്പം ആര് കാണും? വിശുദ്ധന്മാർ കാണും. എന്ന് പറഞ്ഞാൽ ആര് കാണും? ഞാൻ കാണും. ദൈവം തന്നെ പുത്രന്റെ കർത്താവ് കീഴടക്കപ്പെട്ട സകല ദൈവമക്കളും അവരോടൊപ്പം ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം നമ്മളെ കുറിച്ച് എത്ര ഉന്നതമായിരിക്കുന്ന നിലയിലാണ് ദൈവത്തിന്റെ പ്രതീക്ഷകൾ ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു വാക്യമുണ്ട് ദാനിയേലിന്റെ പ്രവചനം, 7-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം 21-ാമത്തെ വാക്യവും. ദാനിയേൽ 7:18-21. ദാനിയേൽ 7:28-11. 7:18, സോറി 7:18. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച്, നമ്മോർക്കുക ഇവിടെ വളരെ നിസ്സാരരെന്ന് നാം വിചാരിക്കുന്ന വിശ്വാസികളെ നമ്മൾ കൂട്ടത്തിൽ അതിന്റെ 18-ാം വാക്യം 21-ാമത്തെ വാക്യമുണ്ട്. 21, 7:20, ദാനിയേൽ 7:21. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് രാജത്വം നൽകി. നോക്കുക, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി, നമ്മുടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിലവാരം എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്നത് പോലെയൊന്നുമല്ല. നാം പക്ഷെങ്കിൽ ലോകത്തില് മറ്റാരുടെയും മുൻപിൽ നാം അഗണ്യരായിരിക്കാം, മറ്റാരുടെയും മുൻപിൽ നാം നിന്ദിതരായിരിക്കാം. പക്ഷെങ്കില് കർത്താവിന്റെ മുൻപിൽ കർത്താവിന് വലിയൊരു ഉദ്ദേശമാണ് നമ്മെ കൊണ്ടുള്ളത്. നാമാണ് ലോകത്തെ വിധിക്കുവാനായിട്ട് പോകുന്നത്. 2-ാമത്തെ ഭാഗത്ത് നാം കാണുമ്പോൾ അവിടെ ദൂതന്മാരെ വിധിക്കുവാനായിട്ട് പോവുകയാണ്. ഏത് ദൂതന്മാരെയാണ്? ഏത് ദൂതന്മാരെ ആയിരിക്കും? ദൂതന്മാരുടെ കൂട്ടത്തിൽ തന്നെ 2 കൂട്ടരുള്ളതായിട്ട് നമുക്കറിയാം. യെശയ്യാപ്രവചനം നാം വായിക്കുമ്പോൾ, സമയം കടന്നു പോയല്ലോ, വായിക്കാനായിട്ടുള്ള സമയം നമുക്കില്ല. അവിടെ നമുക്കറിയാം അർമോദയപുത്രനായ ശുക്രാനി എങ്ങനെ പെട്ടേക്ക് നിലത്ത് വീണു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. യെശയ്യാപ്രവചനം
14-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദൂതന്മാർ ഈ ലൂസിഫറിനോടൊപ്പം നിലത്ത് വീഴുന്നതായിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് പെട്ടെന്ന് ആ വാക്യം ഒന്ന് നോക്കാം. എല്ലാ വാക്യങ്ങളും നോക്കണ്ട. 14-ാം അധ്യായത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാം. എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. ഒരു വാക്യം കൂടെ യൂദായുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. യൂദ 1:6. യൂദായുടെ ലേഖനം 6-ാമത്തെ വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള തങ്ങളയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. പത്രോസിന്റെ ലേഖനത്തിലുമുണ്ട് ഇതേപോലെയുള്ള വാക്യം. 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഈ ദൂതന്മാരെ പാപം ചെയ്ത ദൂതന്മാർ അവരെ വിധിക്കായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവരെ വിധിക്കാനായിട്ട് പോകുന്നത് ആരൊക്കെയാണ്? ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ ജനവും. അതാണ് നമ്മുടെ കാണുന്നത്. നിങ്ങൾ ദൂതന്മാരെ വിധിക്കും. അപ്പോൾ എന്തിനാ പൗലോസ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളെ വിധിക്കായിട്ട് എവിടെ പോകുന്നത്? ലോകത്തിന്റെ മുമ്പിലേക്ക്, അഭക്തരുടെ മുൻപിലേക്ക്, സഭ ഗണ്യമാക്കാത്തവരുടെ മുൻപിലേക്ക് നിങ്ങൾ പോകും. നിങ്ങളുടെ വ്യവഹാരങ്ങൾ നിങ്ങൾക്കുള്ളിൽ തന്നെ നടത്തണം എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അതിന്റെ വാക്യം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. എന്താണ് ഇവിടെ പറഞ്ഞതിന്റെ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? ഒന്ന്, സഭകളിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കഴിയുന്നിടത്തോളം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. ഈ വ്യവഹാരങ്ങൾ ഉണ്ടായാൽ, പ്രയാസങ്ങൾ ഉണ്ടായാൽ സഭയ്ക്കുള്ളിൽ തന്നെ അത് തീർക്കുവാനായിട്ട് സാധിക്കണം. അതിന് പ്രാപ്തിയുള്ളതായിരിക്കുന്ന ആളുകൾ സഭയിൽ തന്നെ ഉണ്ടായിരിക്കണം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ സഭയ്ക്ക് അങ്ങനെയുള്ള ആളുകൾ ഇല്ല എന്ന് തോന്നുന്നു. ഏതെങ്കിലും ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുവാൻ നമ്മുടെ സഭയിൽ ആളുകൾ ഇല്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നാം പ്രാർത്ഥനയിൽ ഓർക്കുകയും ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്യണം. സഭകൾ അനുഗ്രഹിക്കപ്പെടണം. ഈ നാടുകളിൽ നമ്മുടെ സഭകളിൽ, അനേക സഭകളിൽ കാണുന്ന അമാതൃക നമ്മുടെ സഭയിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നുള്ള ചിന്ത നമ്മൾ ധരിക്കേണ്ടത് ആവശ്യമാണ്. സഭകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും തൂന്നടപ്പ് പോലെ തന്നെ ഇന്ന് അനേക സഭകളും ദേശത്തിൽ സാക്ഷ്യമില്ലാത്തതായിട്ട് തീരുന്നു. കഴിഞ്ഞ ഒരു ദിവസം ഒരു ഞാനൊന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. 10 അധ്യായം ധ്യാനിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഒരു സഭ കഴിഞ്ഞ ഒരു നാളുകൾക്ക് മുമ്പ് പ്രശ്നങ്ങളുണ്ടായി. ദീർഘകാല പ്രശ്നങ്ങൾ നേരിട്ടു, നീണ്ടു നിന്നു സഭ എല്ലാ ആഴ്ചയിലും സഭകളുടെ മുൻപ് പ്രശ്നങ്ങളാണ്. നാട്ടുകാർക്കും അടുത്തു. നാട്ടുകാരൊരു ദിവസം ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ കൂടിയിട്ട് ഈ 2 കൂട്ടരെയും, സഭയിലുള്ള 2 കൂട്ടർക്കും എതിരായിട്ട് നിന്ന് അവർ പോലീസിനെ വിളിച്ചു. നിരന്തരമായിട്ട് ഈ പ്രശ്നങ്ങൾ കണ്ടു. ഞാനത് ചോദിക്കട്ടെ, ഇവർക്ക് എന്ന് അവിടെ സുവിശേഷം പറയാനായിട്ട് സാധിക്കും? അടുത്ത് ഈ തലമുറ മാറുന്നത് വരെ ഇവർ സുവിശേഷവും പറഞ്ഞുകൊണ്ട് അവർക്ക് ആ സ്ഥലത്ത് പോകാനായിട്ട് പറ്റത്തില്ല. നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാത് സമയങ്ങളിൽ പരിഹരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ചെറുതായിട്ട് നമ്മുടെ ഇടയിൽ കാണുന്ന പാപത്തിന്റെ അവസ്ഥകൾ, മാലിന്യത്തിന്റെ അവസ്ഥകൾ അതാത് സമയങ്ങളിൽ പരിഹരിച്ച് സഭ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ദൈവനാമമായിട്ട്